ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു മലയാള സിനിമ ഇന്ന് റിലീസ് ചെയ്തു. ആ സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പരാക്രം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. ഒരു കമ്മിങ് ഏജ് ഓഫ് ഡ്രാമ ഫിലിമാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് ദേവ്മോഹനാണ്. ദേവ്മോഹൻ ഉണ്ട്, സിജു സണ്ണി ഉണ്ട്, ജോമോൻ ജ്യോതിർ, അമിത് മോഹന്, രഞ്ജി പണിക്കർ, പിന്നെ നമ്മുടെ സോന ഒലിക്കല്, സംഗീത, ഇവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അർജുൻ രമേശ് ആണ് ഈ സിനിമയുടെ റൈറ്ററും അതുപോലെ തന്നെ ഡയറക്ടറായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരു ഒരു 1 മണിക്കൂർ 35 മിനിറ്റുകൾ സിനിമയുടെ ദൈർഘ്യം വരുന്നത്. സിനിമയുടെ സ്റ്റോറി, പ്രത്യേകിച്ച് സ്റ്റോറി ലൈൻ ഏത് ജേണർ എങ്ങനെയെന്നുള്ളത് പറയാൻ പറ്റില്ല. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു നമ്മുടെ നായകൻ ദേവ്മോഹൻ അവതരിപ്പിക്കുന്ന നായകന് വിശാഖ് സുകുമാരൻ എന്നായിരിക്കും പേര്. നായകന് ഒരാളോട് ചെറുപ്പത്തിലെ ഭയങ്കര വൈരാഗ്യമായിരിക്കും. അവരോടുള്ള റിവെഞ്ച് കാര്യങ്ങളൊക്കെയാണ് സ്റ്റാർട്ടിങ് കാണിക്കുന്നത്. തുടക്കം കണ്ട സമയത്ത് ഇതൊരു കുട്ടിക്കളിയായിട്ടാണ് എനിക്ക് സിനിമയുടെ സത്യം പറയാൻ തോന്നിയിട്ടുള്ളത്. തുടക്കം തന്നെ രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കുക. വലിയ കോമഡി കാര്യങ്ങളൊന്നും, നമ്മൾ കോമഡി കുറെ പ്രതീക്ഷിച്ചു, പക്ഷെ കോമഡി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മളെ ഈ സിനിമ അതിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും വലിയൊരു കോമഡി കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. ആദ്യം കുറച്ച് സമയം ഈ ഒരു സംഭവം, ഈ റിവെഞ്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു പോയി എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ കാണിച്ചു പോയി. പിന്നെ കോളേജിലേക്ക് എത്തുകയാണ്. കോളേജിൽ ഒരു ലവ് ട്രാക്ക് കൊണ്ടുവരും. ലവ് ട്രാക്ക് കൊണ്ടുവന്നതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറൊരു ഇതിലേക്കാണ് പോകുന്നത്. അത് എന്താണ് ഇവർ പറയാൻ ഉദ്ദേശിച്ച സംഭവം എന്നുള്ള കാര്യം, പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. പക്ഷെ എനിക്ക് സിനിമ ഒരു വൺ ടൈം ഫ്ലിക്ക് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ അച്ഛൻ മകൻ ബന്ധം, അതുപോലെ തന്നെ അമ്മ മകൻ ബന്ധം, അതൊക്കെ നല്ല രീതിയിൽ നമ്മൾ ടച്ച് ചെയ്ത രീതിയിൽ സംഭവം കാണിച്ചു തരുന്നുണ്ട്. ആ ഇമോഷണൽ രംഗങ്ങളും സംഭവങ്ങളൊക്കെ നല്ല രസകരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്രണ്ട്സ്, പിന്നെ ഈ നായകൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല ക്വാളിറ്റിയിൽ അവർ സിനിമ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂർ എന്നുള്ളത് ഒരു 2 മണിക്കൂറിലേക്ക് കൂട്ടിയിട്ട് കുറച്ചുകൂടി സ്ക്രിപ്റ്റ് കുറച്ചുകൂടി ഒന്ന് പൊളിച്ച് എഴുതിയിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നാകുമായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന ഒരു സിനിമയായിട്ടാണ് പരാക്രമം എന്നാണ് ഈ ഒരു സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത്. ലവ് ട്രാക്കിൽ വരുന്ന സമയത്ത് നല്ല മ്യൂസിക് കാര്യങ്ങളൊക്കെ, നല്ല കേട്ടിരിക്കാൻ പറ്റുന്ന നല്ല നല്ല പാട്ടുകളും സിനിമയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഓർത്ത് വെക്കാനുള്ള സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും കേട്ടിരിക്കാൻ നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ മ്യൂസിക് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ രസകരമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് എനിക്ക്. പിന്നെ സിനിമയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു വൺ ടൈം ഫ്ലിക്ക്, അത്രേ എനിക്ക് സിനിമയെ എനിക്ക് കിട്ടിയ ഒരു ഫീൽ എന്നുള്ള അത്രയാണ്. ഇതിലെ ഇമോഷണൽ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നല്ലപോലെ കണക്റ്റായി, നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ആ ഒരു ഇവരുടെ പെർഫോമൻസ് ഒക്കെ, ദേവ്മോഹനൊക്കെ പെർഫോമൻസ് സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കിട്ടിയ റോളുകളെല്ലാവരും, രഞ്ജി പണിക്കറൊക്കെ കുറച്ചേ ഉള്ളൂ, കുറച്ച് സീനുകളേ ഉള്ളൂ, പക്ഷെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളതാണ്. നല്ല ക്വാളിറ്റി ചെയ്ത സിനിമയാണ്. പക്ഷെ ഇത് മോശം എന്ന് പറയാൻ, അതായത് നമുക്കൊരു തൃപ്തി തരാത്തൊരു സ്ക്രിപ്റ്റ് ആയിപ്പോയി എന്നുള്ളതാണ് സിനിമയുടെ ഒരു പിന്നോട്ടെടുക്കുന്നത്. സ്ക്രിപ്റ്റ് നന്നായില്ലെങ്കിൽ സിനിമ പോയല്ലോ, അതാണ് ഈ സിനിമയുടെ ഒരു പോരായ്മയായിട്ട് എനിക്ക് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിൽ ലാസ്റ്റ് ചെയ്ത ഒരു മയക്കുമരുന്നിന്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു ലഹരി ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ, അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കുറച്ച് ഒരു മാസാക്കാൻ ശ്രമിച്ചിരുന്നു. അതൊന്നും എനിക്ക് വലിയൊരു ലൈക്കായി തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ അതുപോലൊരു സംഭവം വേണ്ടി വരും നമുക്കൊരു മാസ് സംഭവം ചെയ്യാന്നുള്ളത്, അത് ഒഴിച്ചു നിർത്താൻ തോന്നി. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തിയേറ്ററിൽ കണ്ടവർക്ക് പിന്നെ തീരെ ഇഷ്ടപ്പെടാത്ത സിനിമയായിട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ യൂട്യൂബിൽ കണ്ടതുകൊണ്ടായിരിക്കാം, കുഴപ്പമില്ല, ജസ്റ്റ് വൺ ടൈം വാച്ച്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.